അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 23-24 വാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ടാണ് ഇന്ന് തിരുവചനം ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നത്, പറയാൻ തുടങ്ങുന്നത് അവിടെയാണ്. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 23 and 24 രണ്ട് വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. നസ്രേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. 3 ദൂതുകൾ ഇതിനകത്ത് പറയാനുണ്ട്. 1, ദൈവം മരണപാശങ്ങളെ അഴിച്ചു. 2, മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. 3, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ഇത്രയും പറയുമ്പോൾ ഈ പ്രസംഗം തീരും. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും എൻഡെന്ന് പറയുന്നത് മരണമാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യനിലുള്ളത് മരണഭയമാണ്, അല്ലേ? നമ്മുടെ ഈ മരണഭയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കാര്യം മനസ്സിലായോ? ചുമ്മാ കൈയോടെ ഇവിടെ ഒരു കുഞ്ഞു തടിപ്പ് വന്നാൽ മതി. ആ തടിപ്പ് ഞെക്കി പിടിക്കുമ്പോഴേ നമ്മുടെ അകത്ത് എന്തോ വരും. ഒരു സ്കാനിങ് കൂടെ എടുത്താൽ പിന്നെ പറയാൻ വേണ്ട. ഒരു മാമോഗ്രാം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒട്ടും പറയണ്ട. ഒരു ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോളേ എന്ത് ചെയ്യും? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മരണമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അവസാനമാണ്. എന്നാൽ ഒരു നേതാവ് മരിച്ചാൽ ആ സംഘടന ഇല്ലാതാവും. ഒരു സ്ഥാപനത്തിൻ്റെ ലീഡർ മരിച്ചാൽ ആ സ്ഥാപനം ഇല്ലാതാകും. ഒരു ഗ്രഹനാഥ മരിച്ചാൽ ആ വീട് അനാഥമാകും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. മരണം കൊണ്ടെല്ലാം തീരുമെന്ന് ക്രിസ്തുവിനെ വിധി എഴുതിയപ്പം മരണം കൊണ്ടൊന്നും തീർന്നില്ലെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, യേശു ക്രിസ്തുവിൻ്റെ പെസക പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പം ആട്ടിൻകുട്ടിയെ മാറ്റിക്കെട്ടണം, പിന്നെ അതിനെ അറുക്കണം, പുളിപ്പില്ലാത്ത അപ്പം കൈപ്പിച്ചിലൂടെ കടിച്ചിറക്കണം, എന്നിട്ട് പറഞ്ഞു വർഷാന്തരം നിങ്ങൾ ഈ പെസക കഴിക്കണം. എന്നാൽ 3-ാം സ്വർഗം വരെ പോയ പൗലോസ് പറഞ്ഞു, നമ്മുടെ പെസക കുഞ്ഞാടും അറുക്കപ്പെട്ടു. ആര്? ക്രിസ്തു തന്നെ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇനി ഒരാട് അറുക്കപ്പെടണ്ട, യേശു ക്രിസ്തു എന്ന പെസക അറുക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് കണ്ടോ. എന്ന് ദൈവത്തിന് സ്തോത്രം. പെസകായുടെ അന്ന് അപ്പവീഞ്ഞികൾ എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്ത ശേഷം കാൽവരി മരണത്തിലോട്ട് യേശു പോകുക. പക്ഷെ ബൈബിളിൽ എഴുതി അവൻ സ്തോത്രം പാടി ഒലിവുമലയ്ക്ക് പോയി. മരിക്കാൻ വേണ്ടി സ്തോത്രം പാടിപ്പോയ ഒരാളെ ഉള്ളൂ, അവൻ്റെ പേരാണ് യേശു. മരിക്കാൻ വേണ്ടി സ്തോത്രം പാടി പോവുക. നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ യേശുവിനെ ക്രൂശിച്ചു. സ്തോത്രം. യേശു മരിച്ചപ്പം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകത്തില്ല, അവൻ ദ്രവത്വം കാണുകയില്ല. സ്തോത്രം. ക്രൂശിൽ കിടന്ന 1-ാമത്തവൻ്റെ കാലൊടിച്ചു, 3-ാമത്തവൻ്റെ കാലൊടിച്ചു, നടുക്ക് കിടന്ന യേശുവിൻ്റെ കാലൊടിച്ചില്ല. വരും മുമ്പ് ക്രിസ്തു മരിച്ചിരുന്നു. അതിൻ്റെ കാരണം എന്താ? നിന്റെ അസ്ഥികളൊന്നും ഒടിയത്തില്ലെന്ന് വചനമാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദൂതും മാറത്തില്ല. ഞാൻ ഇച്ചിട്ട് ഗഹനമായിട്ട് ആത്മീക സന്ദേശത്തിലേക്കാണ് വരുന്നത്. യേശുവിനെ കൊണ്ട് അടക്കി. യോഹന്നാന്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൻ്റെ ഒടുവിലുണ്ട്, അരിമത്തിക്കാരനായ യോസഫും നിക്കോദിമോസും കൂടെ ചേർന്നാണ് യേശുവിനെ അടക്കിയത്. അവർ യേശുവിൻ്റെ രഹസ്യ ശിഷ്യന്മാരായിരുന്നു. അവർ അടക്കിയത് എങ്ങനെയാണെന്നറിയോ? സ്തോത്രം. വിലയേറിയ ആ വാക്യം ഒന്ന് എടുത്താൽ നല്ലതായിരിക്കും. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് 19-ാം അധ്യായം 38-ാം വാക്യം. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായ അരിമത്തിയിലെ യോസേഫ്, യോഹന്നാൻ 19:38, യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ടുപോകാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു.
പീലാത്തോസ് അനുവദിക്കയാൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടൊരു കൂട്ട് കൊണ്ടുവന്നു. 100 റാത്തൽ മൂറും അകിലും കൊണ്ട് ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിന്റെ ശരീരം എടുത്തു. യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത യേശുവിനെ ഇവർ രണ്ടുപേരും ചേർന്ന് അടക്കുകയാണ്. ഒരു കല്ലറയ്ക്കകത്ത് ഒരു വലിയ കല്ലുരുട്ടി വെച്ച് യേശുവിനെ അവിടെ അടക്കം ചെയ്തു. ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുക, ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശുക്രിസ്തുവിൽ വ്യാപരിച്ച പുനരുത്ഥാന ശക്തിയാണ് ഇന്ന് രക്ഷിക്കപ്പെട്ട നമ്മുടെ അകത്തും വ്യാപരിക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മിക ദൂത് പറയാം. ദൈവത്തിന് റോമർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 8-ാം അധ്യായത്തിൽ എഴുതി, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളുടെ ശരീരത്തെയും ഉയർപ്പിക്കുമെന്നാ ബൈബിൾ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട്. അപ്പൊ രക്ഷിക്കപ്പെട്ട നിങ്ങളിൽ വ്യാപരിക്കുന്ന ഈ പരിശുദ്ധാത്മ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈസ്റ്ററിന് യേശു ഉയർത്തെഴുന്നേറ്റ് പോകരുത്, അതേ പുനരുത്ഥാന ശക്തിയാ നിന്റെ അകത്ത് വ്യാപരിക്കുന്നത്. അതുകൊണ്ടാ പറയുന്ന, നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ഒന്ന് വായിച്ചു കേട്ടെ ആ വാക്യം പൂർണ്ണമായിട്ട്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവാ നിങ്ങളിൽ വസിക്കുന്നെന്ന് പറ. ചിരിച്ചോണ്ട് പറ, യേശുവിനെ മരിച്ചവനിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതെന്തിനാ ആ ആത്മാവിനെ നമ്മളിൽ തന്നേക്കുന്നേ? എഫേസ്യരിലെ പൗലോസ് പറയാം, നിങ്ങളെ വീണ്ടെടുപ്പ് നാളിലേക്ക് ആത്മാവ് കൊണ്ട് മുദ്ര ചെയ്തിരിക്കുക. മനസ്സിലായോ? മുദ്ര ചെയ്തിരിക്കുക. നിങ്ങൾക്കത് മനസ്സിലാകണേ. ഞാൻ നിങ്ങളോട് പറയാം, വെളിയിൽ ഇറങ്ങിയിട്ട് മേപ്പോട്ട് നോക്കിയാൽ സൂര്യനെ കാണാം. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം 9,30,00,000 മൈല. എത്ര? 9,30,00,000 മൈല. അതിനപ്പുറത്ത് ഭൂമിക്ക് അടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. അവിടെ എത്തണമെങ്കിൽ 26,00,000,000,000 മൈല. സാധാരണ ഒരു റോക്കറ്റ് കത്തിച്ചു വിട്ടാൽ 14,000 കൊല്ലം എടുക്കും വെളിച്ചെല്ലാൻ. ഇപ്പോഴത്തെ കണ്ടുപിടുത്തം അനുസരിച്ച് മാസങ്ങൾ കൊണ്ട് റോക്കറ്റ് അവിടെ എത്തും. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷെ അതിൻ്റെ മീതെയുള്ള സ്വർഗത്തിൽ പോകാൻ നിനക്ക് ബൈബിൾ വെച്ചേക്കുന്ന സമയം കണ്ണി വയ്ക്കുന്നതിനിടയിലാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ അകത്ത് പകർന്നിരിക്കുന്ന ആ പുനരുത്ഥാന ശക്തി എത്ര വലുതാണെന്ന് ഒന്നറിയണം. അതുകൊണ്ടാ പറയുന്നത്, ഒരു മന്ത്രവാദിക്കും ഒരു ആഭിചാരകനും ഒരു പ്രാക്കിനും ഒരു നേർച്ചയ്ക്കും നിന്നെ തൊടാൻ പറ്റുകയില്ല. ഈ ദൂത് വെളിപ്പെടുത്തിക്കൊണ്ടുവരാം. നിങ്ങളുടെ മനസ്സിൽ വേണം, ഇതാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പുനരുത്ഥാന ശക്തി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. പ്രാപിച്ചിട്ടില്ലാത്തവർ പ്രാപിക്കണം. ഇനി ബൈബിൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, ആരോട് സംസാരിക്കുന്നു? അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്ത് പറ, അന്യഭാഷ ദൈവത്തോടെ സംസാരിക്കുന്നതെന്ന് പറ. എനിക്ക് വിശ്വാസമുണ്ട്, ഇന്ന് ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് അഭിഷേകം പ്രാപിക്കാത്ത സകലരും അഭിഷേകം പ്രാപിക്കണം. ഇന്നൊരു പുനരുത്ഥാന ശക്തി ഇവിടെ വ്യാപരിക്കും. ഇനി ഇതെന്താണെന്ന് പറയാൻ പോവുക, ദൂതിലോട്ട് വരിക. നിങ്ങളെന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ദൈവത്തിന് സ്തോത്രം ശ്രദ്ധിച്ചിരിക്കണം. ഗഹനമായ ദൂതാ പറയുന്നത്. അപ്പം അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. അവൻ അന്യഭാഷ പറയുമ്പോൾ തനിക്കു തന്നെ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അപ്പൊ അന്യഭാഷ, ഞാൻ അന്യഭാഷ പറഞ്ഞാൽ സ്തോത്രം കെനസിന് പ്രയോജനമില്ല, പക്ഷെ എനിക്ക് പ്രയോജനമാണ്. എൻ്റെ അകത്തെ മനുഷ്യൻ ഉണരും. നിന്നെ തകർക്കുവാൻ ചിലർ വരച്ചിട്ട വൃത്തത്തിനകത്തുനിന്ന് പുറത്തു വരാൻ നിന്റെ അകത്ത് ആത്മിക വിപ്ലവം ഉണ്ടാകണം. ഓ ഹല്ലേലൂയ.
ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ യേശു ക്രിസ്തുവിൽ വ്യാപരിക്കുന്ന ശക്തി പുനരുത്ഥാന ശക്തിയാണ്. റോമർ 8 വന്നേ. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവത്തിന് വായിച്ചേ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ. അങ്ങനെയാണ് ആ വാക്യം അവിടെ നിർത്തിക്കൊണ്ട് അപ്പോസ്തലപ്രവൃത്തിയിലെ വാക്യം ശ്രദ്ധിച്ച്, മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഇനി പുനരുത്ഥാന ശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ നിന്നെ പിടിച്ചു വെക്കുക അസാധ്യമാണ്. നീ എത്താനിടത്ത് എത്തണം, ഇരിക്കാനിടത്ത് ഇരിക്കണം, ചെല്ലണിടത്ത് ചെല്ലണം. ഇനിയും നിന്നെ പിടിച്ചു വെക്കുക അസാധ്യം. രക്തം ജയം, രക്തം ജയം. നിന്റെ അകത്തൊരു അപ്പോസ്തലൻ കിടപ്പുണ്ട്, നിന്റെ അകത്തൊരു പ്രവാചകൻ കിടപ്പുണ്ട്, നിന്റെ അകത്തൊരു ബിസിനസ്സുകാരൻ കിടപ്പുണ്ട്. നിന്നെ പിടിച്ചു വെക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വിശ്വാസം പറഞ്ഞു വരോ? ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ദൂത് പറയണം, നിന്നെ കഴിഞ്ഞ നാളുകളിൽ പിടിച്ചു വെച്ചതിന് ഇനി പിടിച്ചു വെക്കാൻ പറ്റുകയില്ല. നിന്റെ വളർച്ചയെ പിടിച്ചു വെച്ചു, നിന്റെ ഉയർച്ചയെ പിടിച്ചു വെച്ചു, നിന്റെ നന്മയെ പിടിച്ചു വെച്ചു. ഇനി അത് പറ്റുകയില്ല. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന പുനരുത്ഥാന ശക്തി. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് തരുന്ന വലിയൊരു ബോധ്യം പറയാം. ജീസസ് ഒന്നും ആകത്തില്ലെന്നൊക്കെ ചിലര് പറഞ്ഞെങ്കിൽ ആ ചരിത്രമൊക്കെ മാറാൻ പോവാ. ഇനിയും നിന്നെ തടഞ്ഞു വെക്കാൻ പറ്റുകയില്ല, ഇനിയും നിന്നെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല, ഇനിയും നിന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി പുനരുത്ഥാന ശക്തിയാ.